നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സംസ്ഥാനത്ത് കോൺഗ്രസ് തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ കനകോലുവിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മുഴുവൻ കോൺഗ്രസ് MLA-മാരും പങ്കെടുത്ത യോഗത്തിൽ അതത് മണ്ഡലങ്ങളിൽ കൂടുതൽ സജീവമാകാൻ കനകോലു ടീം നിർദ്ദേശം നൽകി. 10 വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിൽ നിന്നും പുറത്തിരുന്ന കോൺഗ്രസ് സമഗ്രമായ തിരിച്ചുവരവിനാണ് തയ്യാറെടുക്കുന്നത്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കണമെന്നാണ് കനകോലുവിന്റെ നിർദ്ദേശം. മണ്ഡലത്തിൽ എല്ലായിടത്തും ഓടിയെത്തണമെന്നും 5 വർഷം ജനങ്ങളെ ചേർത്ത് പിടിച്ചതിനുമപ്പുറം അവരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലണമെന്നുമാണ് കനകോലു സംഘത്തിന്റെ ഉപദേശം. ഭരണത്തിന്റെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് ഇടത് MLA-മാർ സ്വന്തം മണ്ഡലങ്ങളിൽ സജീവമാകാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നും വിലയിരുത്തപ്പെട്ടു. ഇനി മുതൽ ഓരോ MLA-ക്കും പ്രത്യേകമായി ഓരോ ടീമംഗവും ഉണ്ടാകും. ഇതിനായി ഓരോരുത്തർക്കും ചുമതല നൽകി കാര്യങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. മുൻപ് നടന്ന വയനാട്, കോഴിക്കോട്, ചിന്തൻ ശിബിരങ്ങളിലെടുത്ത തീരുമാനങ്ങളുടെ നടപ്പിലാക്കൽ എങ്ങും എത്തിയിട്ടുമില്ല. മാത്രമല്ല, ഇപ്പോൾ NSS നേതൃത്വവുമായുള്ള അനുരഞ്ജന നീക്കങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം 2 തട്ടിലായിരിക്കുകയുമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൊടിക്കുന്നിൽ സുരേഷും PJ കുര്യനും G സുകുമാരൻ നായരെ കണ്ടത് സൗഹൃദ സന്ദർശനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മയപ്പെടുത്താൻ നോക്കിയപ്പോൾ ചർച്ച നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകളാണ് ഈ ഭിന്നതയ്ക്ക് കാരണമായത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ തുടങ്ങി NS വിവാദം വരെ വലിയ പ്രതിസന്ധി കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ തന്ത്രങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ ഒപ്പം ഒരു മുഖമിനുക്കൽ കൂടി നടത്തേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ അധികമാണ്.